ഇതെൻ്റെ ഒരു വിഷ് ലിസ്റ്റിലുള്ള എൻ്റെ ഒരു വിഷൻ ബോർഡിലുള്ള ഫോട്ടോ ഷൂട്ടാട്ടാ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ തേർഡ് വ്ലോഗ്. അപ്പം ഇന്നലത്തെ നമ്മളുടെ ഇവിടുത്തെ ടീ ഹൗസിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഞങ്ങളുടെ മെയിൻ ഡെസ്റ്റിനേഷൻ, അതായത് നമ്മുടെ ഈ ഒരു മറാക്കേഷ് എന്നുള്ള ട്രിപ്പിൻ്റെ മെയിൻ ഡെസ്റ്റിനേഷനിലേക്കാണ്. അപ്പോൾ ഓൺ ദ വേ നമ്മൾ വീണ്ടും ഇന്നലത്തെ പോലെ എവിടേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം ഓൾ സെറ്റാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങാം കേട്ടോ. സോ നമ്മൾ ഒരു മലയുടെ അങ്ങോട്ട് പോവാണ്. അതിൻ്റെ ഇടയിലുള്ളൊരു വ്യൂ ആട്ടോ ഇത്. തണുത്തിട്ട് വയ്യ, അങ്ങനെ തണുത്തിട്ട് നമ്മളൊരു സാധനം വാങ്ങി. ഉന്നൈസക്ക് തണുത്തിട്ട് ഉന്നൈസയുടെ ഫുള്ള് പരിപാടികൾ കൊളായിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളത് ഇവിടുന്ന് എന്താ ഇതിന് പറയണേ, ഇതിന് എന്താ അബായ എന്നാണ്, അബായ അല്ല, അങ്ങനെ എന്തോ ഒരു പ്രൊണൗൺസിയേഷൻ ആണ് അവർ പറഞ്ഞേ. ആ കുഴപ്പമില്ലട്ടോ പോനാ, സെറ്റാണ് നീ നോക്ക. നീ അടിപൊളിയായിട്ടുണ്ടല്ലോ, സെറ്റാണോ? ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് തണുപ്പ് സഹിക്കാൻ ഒട്ടും പറ്റാതായപ്പോൾ ഞാൻ ഒരു അബായ വാങ്ങി. അബായ എന്ന് പറഞ്ഞാൽ ശരിക്കും ആണുങ്ങൾ ഇടാം കേട്ടോ ഇവിടെ, പക്ഷെ ഫുൾ ലെങ്ത്തിൽ ഇത് മാത്രമേ ഉള്ളൂ. പെൺപിള്ളേരുടെ എല്ലാം ഇത്തിരി തിക്നെസ് കുറവാണ്. ഇപ്പം ഞാൻ സെറ്റായി, ഇനി ഞാൻ ഫുൾ ഓണായിരിക്കും. ഇത്ര നേരം ഞാൻ മറ്റൊരു മൂലയിൽ ഇങ്ങനെ ചുരുണ്ടിരിക്കായിരുന്നിട്ടാ. എന്തോ ഭാഗ്യത്തിന് അനു വന്നപ്പം തണുപ്പുള്ള ആ ഒരു സാധനം ഇട്ട്. ഞാൻ പിന്നെ ഇവിടെ സമ്മറല്ലേ എന്നുള്ളൊരു രീതിയിൽ ഷൂ ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ ആ ടെമ്പറേച്ചർ നോക്കിയിട്ട് 35 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് ആണല്ലോ, അപ്പം നമുക്ക് എന്തിനാ ഷൂ. എന്നിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും മറാക്കേഷിൽ കുഴപ്പമില്ല, പക്ഷെ ഇരിക്കുമ്പോൾ ഈ മല ആയതുകൊണ്ട് ഭയങ്കര തണുപ്പാണ്. ഞാൻ സോക്സ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കാം. എനിക്കൊന്ന് വാഷ്റൂം പോകണമായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ വെള്ളം ഉപയോഗിക്കാറുള്ള ടിഷ്യൂ ആണെന്ന്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ടിഷ്യൂവിൻ്റെ റോളിൽ നമുക്കൊരു ഒത്തിരി തരും. എന്നിട്ട് നമ്മളൊരു 5 ദിർഹം, എത്ര കൊടുത്താനു? 5 ദിർഹം കൊടുക്കണം, 15 ദിർഹം കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ടിഷ്യൂ തരും. അതുകൊണ്ട് നമ്മൾ വാഷ്റൂം പോകണം. നമുക്ക് ഇവിടെ പുറത്തും ഇരുന്ന് കഴിക്കാൻ സ്പേസ് ഉണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ കിട്ടിയവന് വെയിൽ അത്ര അടിക്കാൻ പാടില്ല. എൻ്റെ കിട്ടിയവൻ തണുപ്പിൻ്റെ ആളാണ്, ഞാൻ തല തിരിച്ചു. അപ്പോൾ നമ്മൾ ഇൻഡോർ ഇരുന്നു. നമ്മൾ ഒരു കോഴ്സ് ഒരു മീലാണ് നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു മീലാണ് ഓർഡർ ചെയ്തേക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം ഞങ്ങൾ കുറച്ച് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം എന്നിട്ട് നമ്മൾ സൈസ് നോക്കിയിട്ട് നമുക്കിനി വേണമെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യാൻ വിചാരിച്ചു. എനിക്ക് വന്നിട്ട് ഇവിടെ ഭയങ്കര ഇഷ്ടമായ ഒരു സംഭവമാണ് മൊറോക്കൻ സാലഡ് കേട്ടോ. എങ്ങനെയുണ്ട് നമ്മളുടെ ടേസ്റ്റർ? ഇതാ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. ടേസ്റ്റർ 2-3 ദിവസമായിട്ട് ഈ സെയിം ഡ്രസ്സ് തന്നെയാണ്. പിന്നെ അവരവരുടെ ഡ്രസ്സ് ഇടണം. എന്റെ തെറ്റല്ല, എന്റെ തെറ്റല്ല. കാരണം ആ ആപ്പിൽ കാണിച്ച ടെമ്പറേച്ചറാണ് പാക്ക് ചെയ്തത്. അപ്പം അനു എങ്ങനെയുണ്ട്? നമ്മൾ ഓർഡർ ചെയ്ത മിക്സ് ക്യൂസ് വന്നിട്ടുണ്ട്. അതിൽ ചിക്കൻ, ടർക്കി, ബീഫ് ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. തിങ്ക് ഇത് നമുക്ക് മതിയാവുമായിരിക്കും അല്ലേ? കാരണം ഞാനധികം മീറ്റ് കഴിക്കില്ല, എനിക്ക് റൈസും ചിപ്സും കൂടുതൽ മതിയാവും. ഞാനും നേരെ ഓപ്പോസിറ്റ്. ആ ബ്രെഡും ഉണ്ട്. ഇപ്പോൾ 3 കോഴ്സ് മീലാണ്. അഗെയിൻ സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു, മെയിൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഡെസേർട്ടാണ്. ഇത് മൊറോക്കൻ പേസ്ട്രി ആയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇത് നമ്മളിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ടെസ്റ്റർ ഇതാ ട്രൈ ചെയ്യാൻ പോവാണ്. കമോൺ ടെസ്റ്റർ. എങ്ങനെയുണ്ട്? സാധാ കുക്കി. ഞങ്ങൾ ഓൺ ദ വേ എനിക്കൊരു ഷോൾ വാങ്ങാൻ വേണ്ടി കയറിയിട്ട്, അപ്പോൾ അവിടുത്തെ ആൾക്കാർ നമ്മൾ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് തന്നു. അപ്പോൾ നമ്മൾക്ക് ഒരു ഷോപ്പിൽ കയറിയപ്പോൾ അവർ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി പിക്കൊക്കെ എടുത്ത് തന്നെ അനു ഞാനതുപോലെ
ഡ്രസ്സൊക്കെ ചെയ്തു കളാം. നമുക്ക് ഇവിടെ നിന്ന് ഒരു തലപ്പാവ് വാങ്ങണം. നോക്കട്ടെ, ഒരു അറബിക്കട്ട് ഉണ്ട് ഇപ്പോൾ. ഇനി മറ്റേത് പറ, അറബി പറ. ഞങ്ങൾ ട്രാവൽ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ലാൻഡ്സ്കേപ്പ് ഒക്കെ അങ്ങ് മാറി, വെള്ള കളർ സാൻഡ്സ് ഒക്കെ ആയിട്ടോ. അപ്പം നമ്മൾ ഈ പോണ ലൊക്കേഷനിലേക്ക് ഇനി 2 hour ഡ്രൈവും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മളെത്തും. കുറച്ച് ടയറിങ് ആണ്, കാരണം ലോങ് ജേർണി ആണ്. പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം എൻ്റെ 2024 വിഷൻ ബോർഡിൽ ഒരു പിക്ക് എനിക്ക് അവിടെ നിന്നാണ് എടുക്കേണ്ടത്. അപ്പം എൻ്റെ വിഷൻ ബോർഡ് കം ട്രൂ മൊമെൻ്റ് അടുത്തോണ്ടിരിക്കുക കേട്ടോ. നമുക്കിതേ ദൂരെ നിന്ന് കുറേ ഗോൾഡൻ സാൻഡ്സ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. നമ്മൾ പോകുന്നത് സഹാറ മരുഭൂമിയിലാണ്. ലോകത്തിലെ ഏറ്റവും ചൂടുള്ള മരുഭൂമിയാണ്. പക്ഷെ നമ്മൾ പോകുന്നത് വിൻ്ററിലായതുകൊണ്ട് തന്നെ 10 ഡിഗ്രി മുതൽ 25 ഡിഗ്രി വരെയാണ് ഉള്ളത്. അപ്പോൾ കറക്റ്റ് ടൈമാണ് പോകാൻ. ആൻഡ് ഓൺ ദ വേ തന്നെ ആ പോണ വഴി തന്നെ അടിപൊളിയാട്ടോ. അപ്പം ഞാൻ രാജസ്ഥാനിലും അതുപോലെ തന്നെ അറബ് കൺട്രീസിലൊക്കെ ഉള്ള മരുഭൂമി പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ഭംഗിയുള്ള ഒരു മരുഭൂമി കണ്ടിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മൊറോക്കോ വരാൻ പറ്റുവാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആണ് സഹാറ ഡെസേർട്ട്. അങ്ങനെ നമ്മൾ നമ്മളുടെ ക്യാമ്പിലെത്തിയിട്ടുണ്ട്. പക്കാ ഡെസേർട്ടിൽ ഈ ക്യാമ്പ് ഫിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇത്തിരി കല്ലുള്ള സ്ഥലത്തായിട്ട് അവർ വെച്ചേക്കണം. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ഡെസേർട്ടൊക്കെ കാണാം. നമുക്കവിടെ നടന്നൊക്കെ പോകാം. അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും കുറച്ചധികം പിക്ചേഴ്സൊക്കെ എടുക്കണമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ റൂം ടൂർ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ടെൻറ്റ് വരണേ. ആൻഡ് ഇതാട്ടോ റൂം വരണേ. അടിപൊളി, നല്ലൊരു എസെൻഷ്യൽ ഓയിലിൻ്റെ സ്മെല്ലാട്ടോ ഇവിടെ കയറുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനിനോട് ഇവരുടെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞേക്കണം എനിക്ക് വീട്ടിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സെയിം സ്മെല്ല് ഇട്ട് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആൻഡ് വാഷ്റൂം ആട്ടോ രസം. ഇതാണ് വാഷ്റൂം വരണേ. അതിൽ നമുക്ക് ഇതാണ് ഷവർ ആൻഡ് ഇവിടെ ടോയ്ലറ്റ് വരും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ റൂം ടൂർ. ഇത് നമുക്ക് എന്താ പരിപാടി, സാൻഡ് ബോർഡിങ് ഉണ്ടെന്ന് പറഞ്ഞവർ. പിന്നെ ഇവിടെ അനുവിന് തീറ്റയുടെ വിചാരമുള്ളൂ. ചായ പിടിക്കാൻ പോവാണ് നമ്മള്. അപ്പൊ ഇതാ നമ്മള് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി ഇങ്ങോട്ടേക്ക് വാ. ഡ്രസ്സൊക്കെ മാറി, ധ്യാനവും ഡ്രസ്സ് മാറി ഞങ്ങൾ ഒരു ഫോട്ടോഷൂട്ട് എടുക്കാൻ പോകണം. ഇത് എൻ്റെ ഒരു വിഷ് ലിസ്റ്റിലുള്ള എൻ്റെ ഒരു വിഷൻ ബോർഡിലുള്ള ഫോട്ടോ ഷൂട്ടാട്ടോ. അപ്പോൾ എന്തായാലും അത് അതുപോലെ തന്നെ എനിക്ക് എടുക്കണം എന്നുണ്ട്. അപ്പോൾ ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ ഫോട്ടോഗ്രാഫർ എങ്ങനെ ഫോട്ടോ എടുക്കുമെന്ന് നോക്കിയിട്ട് നമുക്കത് കമ്പയർ ചെയ്യാം അല്ലേ. ഫോട്ടോഗ്രാഫർ യു റെഡി? അറബിയിൽ ചോദിക്കണോ ഞാനിനി നിനക്ക് മനസ്സിലാവാൻ? ഇവിടുത്തെ ആടിനെ മേയ്ക്കണ ആളാണോ? അല്ല, നിന്നെ മേയ്ക്കണ ആളാണ്. എന്താണ് മറ്റേ ഒട്ടങ്ങളെ മേച്ച് കഷ്ടപ്പെട്ടിരിക്കണതാണോ? ഒട്ടകങ്ങൾ വരി വരി വരിയായി എല്ലാത്തിനും മേച്ച് കഴിഞ്ഞിട്ട് മോഡേൺ പറയ് എന്താ ചെയ്യണ്ടേ? ഷൂ കിട്ടാതെ ഞാൻ പ്രാന്തിച്ച് പറയും. എൻ്റെ കുറേ പിക്കൊക്കെ എടുത്തതിനു. ഈ ഡ്രസ്സിലുള്ള പുതിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ കിട്ടി വേണ്ടി എടുത്ത് കൊടുക്കാം കേട്ടോ. അഗെയിൻ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടോ. ഞാൻ എന്താ ഒരു സാരീൻ്റെ ഷൂട്ട് എടുക്കാനുണ്ടായിരുന്നു എനിക്ക്. അപ്പം അതും കൂടെ തീർത്തു. നമ്മളത് സൺസെറ്റ് ടൈമായി. മൈ ഫോട്ടോഗ്രാഫർ ഇസ് ടയേർഡ്. സോ സൺസെറ്റ് ടൈമായി. അപ്പം ഏകദേശം സണ്ണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്താ പ്ലാൻ? നമുക്കൊരു ഹൈറ്റ് കുടിക്കാൻ പോകണം. സാൻഡ് ബോർഡിങ് ചെയ്യണ്ടേ? സാൻഡ് ബോർഡിങ് ചെയ്യണം. സാൻഡ് ബോർഡിങ് നമ്മൾ സൺസെറ്റ് ചെയ്തിട്ടുണ്ട്. അതാ സൺസെറ്റ് ആവും കേട്ടോ. കണ്ടോ, സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 7:30 മണിയാവാറായി. അതാണ് നമ്മൾ താമസിക്കുന്ന ക്യാമ്പ്. ആൻഡ് അവിടെ ശരിക്കും ഇത്തിരി കല്ല് പോലെയാണ്. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നടന്നു കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മലയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് പക്ക ഒരു ഗോൾഡൻ കളർ ഡെസേർട്ടാട്ടോ. അപ്പോൾ അനു സാൻഡ് ബോർഡ് എടുക്കാൻ വേണ്ടി പോയേക്കാണ്. എന്നിട്ട് നമ്മൾ സാൻഡ് ബോർഡിങ് ചെയ്യാൻ വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഡിന്നറും പിന്നെ ചെറിയൊരു ഇവരുടെ മൊറോക്കൻ ട്രഡീഷണൽ ഒരു പരിപാടിയില്ലേ, പാട്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്തായാലും വീഡിയോ കാണിച്ചാൽ ഇതുണ്ടായിന് വെയിറ്റ്. ഓക്കെ ഞങ്ങൾ ആ പൊക്കത്തേക്ക് കയറിയപ്പോൾ ഇവിടെ ആട്ടോ ശരിക്കും പിക്ക് എടുക്കേണ്ടിയിരുന്നേ. അടിപൊളി. സൂക്ഷിച്ച്. റെഡി 1 2 3 യു ക്യാൻ. കാല് അങ്ങനെ തന്നെ വെച്ചാൽ മതി. മുട്ടും ചേർന്ന് മടക്കിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ബാലൻസ് ചെയ്ത് തന്നു.
ആണോ? ആ ഇനി പതുക്കെ കൂടെ നോക്കിക്കോളൂ. ഇല്ല പതുക്കെ പോളൂ. ആ എനിക്ക് നേരത്തെ ബാലൻസ് കിട്ടിയില്ല, ഞാൻ ഒരു പ്രാവശ്യം കൂടി ചെയ്യും. ഇല്ല ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മാക്സിമം എൻജോയ് ചെയ്ത് തകർത്ത് ഈ ഫുൾ ട്രിപ്പ് ചിൽനാവും. സംഭവം സഹാറയിലേക്ക് വരാൻ കുറച്ച് ടയറിങ് ആയിരുന്നെങ്കിൽ പോലും വന്നിട്ടാണെങ്കിൽ ഇവിടെ ഫുള്ള് സ്റ്റാർസ് ആണെങ്കിൽ അത് വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റണല്ലോ. ആകെ നൈറ്റ് മോഡ് ഫോട്ടോ എടുക്കുമ്പോൾ മാത്രമേ അത് കാണുന്നുള്ളൂ, വീഡിയോയിൽ ഒരു സ്റ്റാറും കാണില്ല. പക്ഷേ ക്രിസ്റ്റൽ ക്ലിയർ സ്കൈയിൽ ഫുള്ള് സ്റ്റാർസ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു വർത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതുപോലത്തെ ഞങ്ങൾ ഡെസേർട്ട് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ഗോൾഡൻ സാൻഡ് ഡെസേർട്ട് പോയിട്ടില്ല. പിന്നെ സഹാറയിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ ലൈഫ് ടൈം ഇതാണല്ലോ. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇതാ ഡിന്നർ കഴിക്കാൻ പോകാം. ഇതാണ് ഇവിടുത്തെ ലഞ്ച് ഏരിയ, ഡിന്നർ ഏരിയ അടിപൊളിയാണ്. ഇവിടെ ഭയങ്കര മാമാല്ലേ. നമുക്ക് വേണ്ടി പ്ലേറ്റ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലായിടത്തേം പോലെ അവർ ഇതേ ബ്രെഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ മെയിനാണ് ബ്രെഡ്, റൈസ് അല്ല, ഇവർക്ക് വീറ്റ് ആട്ടോ കൾട്ടിവേഷൻ, നമ്മളെ പോലെ റൈസ് അല്ല. പിന്നെ ഒലിവ്സ്, ഇവിടുത്തെ മെയിനാണ് ഒലിവ്സ്. പിന്നെ ഇവർ സൂപ്പ്, ഇത് വെജ് സൂപ്പാണ്, ക്യാരറ്റ് പൊട്ടാറ്റോ ആൻഡ് ചീസാണ്. ആൻഡ് മെയിൻ ഡിഷിന് മുന്നേ എഗ് പ്ലാൻ തജീനാണ്, എഗ് പ്ലാൻ വിത്ത് ചീസ് ആൻഡ് ടൊമാറ്റോ ആണ് ഇന്നത്തെ ഡിഷ്. ആൻഡ് അതുകൂടാതെ ബീഫും പ്ലംസും എഗ് പ്ലാന്റും പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൈസും കൂടിയിട്ടുള്ളതായിരുന്നു നെക്സ്റ്റ് മെയിൻ ഡിഷ് വന്നേ. ഇവിടുത്തെ ഒരു ഞാൻ ആദ്യമായിട്ട് കാണുന്ന കോമ്പിനേഷൻ ആട്ടാ ഈ ഒരു ബീഫും പ്ലംസും. പ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂൺസ് ആണ് ഇവർ ഇടുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് ആ കോമ്പിനേഷൻ. ഇനി എന്തായാലും വീട്ടിൽ പോയി ട്രൈ ചെയ്യണം. സോ ഫൈനലി ഫിനിഷിങ് ഇറ്റ് ഓഫ് വിത്ത് ഡെസേർട്ടാണ്. എന്താണ് മുന്നേ അത്? പുഡിംഗ് ഉണ്ട്, മാംഗോ. ഓക്കെ, അന്ന് ഞാൻ കഴിക്കട്ടെ, എനിക്കിഷ്ടം. പഴം, ഹണി. നല്ലതാണോ? അടിപൊളി. താഴമ്പൂവോ താമരത്താഴോ തേനോ തെന്നിലാവോ മാമഴമുട്ടോ മലക്കുറുമ്പോ മേനോ മാറിയില്ലോ പട്ടണി നിന്നാട്ടേ തൊട്ടാവാടി പിന്നാണേ മനസ്സൊക്കെ തരക്കിട്ടിനകത്തുള്ള റോജാ രാജനാണി. രണ്ടാളും ഷോക്കായി പോയ ഒരു സംഭവമായിട്ട്. ഞാൻ വിചാരിച്ച അനു ചെയ്തായിരിക്കും, അനു വിചാരിച്ചു ഞാൻ ചെയ്തായിരിക്കും. എന്നാൽ ഞങ്ങളൊരു 1% പോലും എക്സ്പെക്റ്റ് ചെയ്യാതെ ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ ഏജൻസിയും നമ്മളെ കൊണ്ടുവന്ന അതെ നമ്മളുടെ കൊണ്ടുവന്ന ഏജൻസി ഡെസേർട്ട് ഡേ ടൂർ മൊറോക്കോ എന്ന് പറഞ്ഞിട്ടൊരു ആൾക്കാരാട്ടോ. അപ്പം അവൻ എനിക്ക് തോന്നണ് മേ ബി ഞാനും അനു ഇങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു. അനുവിൻ്റെ വീട്ടുകാർ വിളിച്ചിട്ട് ബർത്ത്ഡേ വിഷൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഓബ്വിയസ്ലി എൻ്റെ സ്റ്റോറി കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് ഇവരൊന്നും മിണ്ടിയിട്ടില്ല ഞങ്ങളുടെ അടുത്ത്. അപ്പോൾ നമ്മൾക്കൊരു 1% പോലും ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണില്ല ഇവിടെ ഞങ്ങൾക്ക് കേക്കോ സർപ്രൈസോ അങ്ങനെ ഉണ്ടെന്ന്. ഇവൻ വന്നിട്ട് നേരെ ഇവിടുത്തെ ഈ ക്യാമ്പിൻ്റെ ആൾക്കാരോട് പറഞ്ഞു. ആൻഡ് അവർ ആ പരിപാടി നടക്കുന്ന സമയത്ത് ആ പാട്ട് പെട്ടെന്ന് മാറി ബർത്ത്ഡേ സോങ് ആണ്, ഒരാൾ കേക്ക് കൊണ്ടുവന്ന്. അപ്പം ഞാൻ വിചാരിച്ചു മേ ബി വേറെ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ല, കാരണം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഈ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൂരെയാണ് സിറ്റിയിൽ നിന്നൊക്കെ. അപ്പോൾ ഒരു കേക്ക് ഒപ്പിച്ച് കൊണ്ടുവരാൻ ഭയങ്കര, 2 മണിക്കൂർ അടുത്തുണ്ട്. അതെ, അപ്പോൾ കേക്ക് ഒപ്പിച്ച് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ നല്ല ഡിഫിക്കൽട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, അവരടുത്ത് പറയണ്ട, രണ്ടാളും കേക്കൊന്നും കട്ട് ചെയ്യണില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ അനുവിൻ്റെ ബർത്ത്ഡേയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇവർ എവിടെ നിന്നൊക്കെയോ കേക്ക്, അതും ഐസ്ക്രീം കേക്കാണ്. അത് കേക്കിൻ്റെ ഉള്ളിൽ ഒരു ലെയർ ഐസ്ക്രീമാണ്. അത് അടിപൊളി കേക്ക് കിട്ടാ.
എന്നിട്ട് അത് അവർ സെറ്റ് ആയിക്കൊണ്ടുവന്നു. സോ നമ്മൾ ഭയങ്കര സർപ്രൈസ്ഡ്, ഭയങ്കര അടിപൊളി സ്റ്റാഫും ആട്ടോ അവിടുത്തെ. അടിപൊളി, ഭയങ്കര കമ്പനിയാണ് അവര്, ഭയങ്കര സപ്പോർട്ടീവ് ആണ്, ഭയങ്കര എന്താ പറയാ, നമ്മുടെ നൈറ്റ് നമ്മളെ കൊണ്ട് പാട്ടൊക്കെ പഠിപ്പിച്ചവര്. സാധാരണ ഞങ്ങൾ രാജസ്ഥാനിൽ പോയപ്പോൾ അവരിങ്ങനെ പാട്ടൊക്കെ പാടി പരിപാടിയൊക്കെ കഴിഞ്ഞു. ആ ഡെസേർട്ട് ക്യാമ്പിൽ അവര് ലാസ്റ്റ് നമ്മളുടെ അടുത്ത് കാശൊക്കെ ഇങ്ങോട്ട് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇവരെന്താന്ന് വെച്ചാൽ ഇവർ പാട്ട് പാടി കുറച്ചു നേരം, പിന്നെ അനുവിന്റെ ബർത്ത്ഡേ പാട്ട്, അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചു നേരം പാടിയിട്ട് ഓരോ ചെണ്ട ഓരോ ഗ്രൂപ്പിന്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് നമ്മളുടെ നാട്ടിലൊരു പാട്ട് പാടിപ്പിച്ചു. അനു അങ്ങ് പാട്ട് പാടി. എന്റെ പാട്ടെല്ലാം മറ്റേ ശോക വിരഹ ഗാനങ്ങളാണ്, അത് ഈ സാധനത്തിലൊന്നും പാടാൻ പറ്റില്ല. അപ്പം അടിപൊളിയായിരുന്നു. ഓവറോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ നമ്മൾ തിരിച്ച് മറാക്കേഷിലേക്ക് 8 hours ലോങ് ജേർണിയാണ്. 8 അല്ല 12 hours ലോങ് ജേർണിയാണ്. മോർണിംഗ് 9 AM സ്റ്റാർട്ട് ചെയ്യും. അതിന് മുന്നേ ഞങ്ങൾക്ക് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും ക്യാമൽ റൈഡും ഉണ്ടല്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.